കാസർഗോഡ് മണ്ഡലം LDF സ്ഥാനാർത്ഥിക്കെതിരായ മുസ്ലിം ലീഗ് വനിതാ നേതാവിന്റെ വിദ്വേഷ പ്രചാരണത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ജനങ്ങൾ തെരഞ്ഞെടുപ്പിൽ മറുപടി നൽകുമെന്ന് LDF സ്ഥാനാർത്ഥി ഷാനവാസ് പാദൂർ. മതപരമായ കാര്യങ്ങൾ പറഞ്ഞ് വോട്ട് തേടുന്ന വനിതാ ലീഗ് നേതാവിന്റെ പുതിയ വീഡിയോ കൂടി പുറത്തുവന്നു. കപടവിശ്വാസി എന്നർത്ഥം വരുന്ന മുനാഫിക് എന്ന വാക്കുപയോഗിച്ച് കാസർഗോഡ് മണ്ഡലം LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി ഷാനവാസ് പാദൂരിനെ അധിക്ഷേപിച്ച സംഭവമാണ് ചർച്ചയാവുന്നത്. വനിതാ ലീഗ് ജില്ലാ സെക്രട്ടറി ആയിഷത്ത് ഫർസാന മുള്ളേരിയിൽ നടന്ന UDF കുടുംബയോഗത്തിൽ നടത്തിയ പരാമർശത്തിനെതിരെ ശക്തമായ വിമർശനമാണ് ഉയർന്നത്. വിദ്വേഷ പരാമർശത്തിനെതിരെ ജനങ്ങൾ തിരഞ്ഞെടുപ്പിൽ മറുപടി നൽകുമെന്ന് LDF സ്ഥാനാർത്ഥി ഷാനവാസ് പാദൂർ പറഞ്ഞു. സാധാരണക്കാരായ ജനങ്ങളോട് പറയാനുള്ളത്, 50 വർഷം നിങ്ങൾ പറ്റിക്കപ്പെട്ടു, ഇനിയും നിങ്ങൾ അതിന് നിന്ന് കൊടുക്കൂല എന്നാണ് എൻ്റെ വിശ്വാസം. ഇനിയും നിങ്ങൾ നിന്ന് കൊടുത്താൽ അത് നമ്മുടെ നാടിനാണ് അതിൻ്റെ നഷ്ടം. പിന്നെ ഇത്തരം കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രമല്ല, ഒരു കാലത്തും ഇത് ഉപയോഗിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെതിരെ ജനങ്ങൾ പ്രതികരിക്കും എന്നവർക്ക് തോന്നിത്തുടങ്ങി. അതിൻ്റെ പ്രശ്നമാണ് ഇത്തവണ നമുക്ക് കുറച്ച് തീവ്രത കൂടി കാണിക്കുന്നത്. വനിതാ ലീഗ് ജില്ലാ സെക്രട്ടറി ആയിഷത്ത് ഫർസാന മതപരമായ കാര്യങ്ങൾ പരാമർശിക്കുന്ന മറ്റൊരു വീഡിയോ കൂടി പുറത്തുവന്നു. മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് 17-ാം വാർഡിൽ സംഘടിപ്പിച്ച ലീഗ് സംഗമത്തിൽ നടത്തിയ പ്രസംഗമാണ് പുറത്തുവന്നത്. മണ്ഡലം കണ്ടിട്ട് ഒരാളും പനി പിടിച്ചിടക്കേണ്ടതില്ല, അവിടെ തന്നെ പുറത്തിറങ്ങേണ്ടി വരുമെന്ന് പറയുവാൻ വേണ്ടിയിട്ട് ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മറ്റൊരു സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, ഷാനവാസ് പാദൂർ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി ഉണ്ടല്ലോ. രാവിലെ ഒരു കൊടി പിടിച്ച്, ഉച്ചക്ക് മറ്റൊരു കൊടി പിടിച്ച്, വൈകുന്നേരം മറ്റൊരു കൊടി പിടിച്ച് മുനാഫിക്കിന്റെ പണിയെടുത്തുകൊണ്ട് നമ്മളോട് വോട്ടഭ്യർത്ഥിക്കുവാൻ വരികയാണെങ്കിൽ നിങ്ങളുടെയും ഞങ്ങളുടെയും മുഖ്യമന്ത്രിയായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ള പിണറായി വിജയൻ എന്ന സഖാവുണ്ടല്ലോ, ആ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ നമുക്കും പറയാനുണ്ട്, കടക്കൂപ്പുറത്ത് ഈ കാസർഗോഡിന്റെ മണ്ണ്. മതസാമുദായിക കാര്യങ്ങൾ പറയുന്ന പ്രസംഗത്തിലെ പരാമർശങ്ങൾ തിരുത്താൻ വനിതാ ലീഗ് നേതാവ് ആയിഷത്ത് ഫർസാനയോ പരാമർശങ്ങൾ തള്ളിക്കളയാൻ UDF മുസ്ലിം ലീഗ് നേതാക്കളോ തയ്യാറായിട്ടില്ല. സംഭവത്തിൽ LDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, കാസർഗോഡ്.